ലോകമെങ്ങുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. Once again, let's welcome a brand new episode of Boing Boing. Boing 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 boing. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ നീയുമായിട്ട് ഒരു ഡീലെത്തണം. ഞാനൊരു ഡീലെത്തണം. കാരണം എന്താണെന്നറിയാമോ? പല എപ്പിസോഡിലും നീ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ ഒരു ഡാൻസ് സ്റ്റെപ്പ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വന്ന് എമ്മാതിരി അലമ്പ് കാണിച്ചിട്ട് നീ എന്നെ ബ്ലോക്ക് ചെയ്യും. അത് ഇന്ന് നടക്കത്തില്ല. കാരണം ഇവരോട് ഒന്ന് അറമാദിക്കാൻ തോന്നിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ നീ വന്ന് അലമ്പ് കാണിച്ച എന്റെ ഒരു സാധനം ഉണ്ട്, അറിയാലേ? അതെന്തേലുണ്ട്. എന്തോ അറിയാ പെമ്പളർ മുന്നേ വെച്ച് എന്തോ എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ ഒരു ഐശ്വര്യ എപ്പിസോഡ് അലമ്പ്. നീ ഉദ്ദേശിച്ച സാധനം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്നെ കൊണ്ട് അത് പുറത്തെടുപ്പിച്ചേ അടങ്ങും. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഉള്ളിൽ സൂക്ഷിച്ചു വെക്ക, അല്ല ഞാൻ എടുത്തു വെക്കാം. അത് വേണ്ട, അത് വേണ്ട. ഇതിന്റെ സിറോക്സ് കോപ്പിയാ 10 ഞാൻ വീട്ടിലെടുത്ത് വെച്ചിരിക്കുന്നത്. നീ അതിപ്പോ ഉള്ളിൽ വെക്ക്. അതൊന്നുമില്ല മോളെ, അത് അവന്റെ പിന്നെ മരുന്നിന്റെ കുറിപ്പടിയാണ്. അവന് ഒരുപാട് ഭീകരമായുള്ള അസുഖം. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എനിക്ക് എന്താ വേണ്ടത്? നിന്റെ ആവശ്യം എന്താ? അത് പറ, സിമ്പിൾ ആയിട്ട് പറ. എന്റെ ആവശ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പിള്ളേരൊക്കെ കണ്ടിട്ടെങ്കിലും നിൽക്കാൻ തോന്നില്ല. നിങ്ങളുടെ കാര്യം പോക്കെ അത്രേ ഉള്ളൂ. ഇത്രയും ദിവസം എപ്പിസോഡുകളിൽ ഇവിടെ വരുന്ന പെൺകുട്ടികൾക്ക് ഒരു നാഥൻ ഉണ്ടായിരുന്നു, അത് ഞാനായിരുന്നു. ഇന്ന് നാഥൻ ഇല്ലാതാക്കാണ് ഇവൻ. ഇന്നപ്പോ അവൻ എന്ത് ചെയ്യുന്നു? അവര് നമ്മുടെ മാനസികമായിട്ട് നമ്മളെ തകർത്താൻ നോക്കുക. തകരാൻ പാടില്ല. അപ്പൊ നമ്മളിന്ന് പൊളിക്കും. ടീം ബി കഴിഞ്ഞ എപ്പിസോഡിൽ വിന്നറായിരുന്നു, ഈ എപ്പിസോഡിൽ വിന്നറാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അവരുടെ മുതിർന്ന സ്വഭാവം ഒരു പുറത്തെടുത്തു. പക്ഷേ നമ്മൾ എന്തായിരിക്കണം? ഡീസന്റ് ആൻഡ് ക്ലാസ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ടീം എക്ക് വേണ്ടിട്ട് എല്ലാരും നല്ലൊരു കൈയടിയോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സുന്ദരികളായ 3 പേര് എന്റെ ടീം എയിലെ ആ നിരന്ന് ഇരുത്തം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്നത്തെ ഗെയിമിൽ അവർ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണിക്കും. അപ്പൊ നമ്മുടെ ടീം എയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് സാധിക. സാധികയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധിക എന്താണ് ചെയ്യാൻ പാടില്ലാത്ത, അതായത് നല്ലൊരു ആക്ട്രസ് ആണ്, ഡാൻസർ ആണ്, VJ ആണ്. സാധിക എന്തൊക്കെയുണ്ട്? എക്സൈറ്റഡ് ആണ്. അതെ, ഫ്ലോറിൽ ഗെയിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ലൈവ് ആയിട്ട് നമ്മൾ ശരിക്കും ഒരു തീം പാർക്കിലൊക്കെ പോയൊരു ഫീലാണ് എനിക്ക് അവിടെ കയറി വന്നപ്പോൾ. ഓക്കെ, ടീം എയിൽ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് അൻഷിത. അൻഷിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഡലാണ്, അതുപോലെ തന്നെ ഒരു ആക്ട്രസ് ആണ്. അൻഷിത സിംഗിൾ ആണോ? റെഡി ടു മിംഗിൾ അല്ല. റെഡി ടു മിംഗിൾ അല്ല. അത് സൂരജ്, നിന്റെ ചാൻസ് വേണം. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കല്യാണിക്കുട്ടിയാണ്. കല്യാണിക്കുട്ടി, എന്താണ് കല്യാണിയുടെ ഒരു പുരുഷ സങ്കല്പം? ഇതാണോ? ഈ സാധനാണോ? എടാ ഞാൻ ചോദിച്ച എന്തായാലും പാവ സൂരജിന് ഇന്ന് മൊത്തത്തില് പണിയാണ്. അളയാ, നീ പലതും പ്രതീക്ഷിച്ച് വന്നു, പക്ഷെ നിന്റെ കോട്ടൊക്കെ ഡിസൈൻ ചെയ്ത് തന്നെ ക്ലാസ് കിട്ടുന്നതാരാ? ഒരു കാര്യമില്ലാണ്ട ഇപ്പൊ എല്ലാം. അപ്പൊ കാര്യമില്ല. ശരി, ഇവൻ പ്ലാൻ ചെയ്തിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവര് ആദ്യമേ മാനസികമായിട്ട് എന്നെ തളർത്താൻ. കഴിഞ്ഞ ഗെയിമില് ഞങ്ങൾ വിൻ ചെയ്തതിന്റെ ആ ഒരു ചുരുക്ക് മനസ്സിലുണ്ട്, അത് ഞാൻ കണ്ടതാണ്. ചിലപ്പോ മേ ബി അതിന്റെ ബാക്കി ആയിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അല്ലാതെ പറഞ്ഞാലും ഞാൻ ചിന്തിക്കും. അപ്പൊ അത് അവന്റെ മരുന്നിന്റെ കുറിപ്പടി. അവൻ എന്തൊക്കെയോ പറയാൻ പുറത്ത് പറയാൻ കൊള്ളാത്ത അസുഖമുണ്ട്. ഞാൻ എന്റെ ആൾക്കാരെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ ഇന്ന് എന്റെ വജ്രായുധമായിട്ട് പ്രയോഗിക്കാൻ പോകുന്ന ആദ്യത്തെ എന്റെ താരം എന്ന് പറയുന്നത് പൂജിത. പൂജിത എന്ന് പറയുന്നത് നമ്മളെല്ലാ സ്റ്റേജുകളിലും ഒരുപാട് സ്റ്റേജുകളിൽ സീരിയലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരാണ്. പൂജിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും എങ്ങനെ പ്രേമിക്കാന്നുള്ള ഐഡിയ ടിപ്സ് എല്ലാം കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു യൂണിവേഴ്സിറ്റിയാണ് പൂജിത. ആണോ? അപ്പൊ അടുത്ത ആളെ ആ നല്ല സുന്ദരിയായിട്ട് ചിരിക്കുന്ന ആ കുട്ടിയെ കണ്ടോ? ആ സുസ്മേര വദനയെ കണ്ടോ? നീ ഇതൊക്കെ നോക്കുന്നത് എനിക്കറിയാം. ഞാൻ സൗന്ദര്യം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ള അല്ല. ഇന്ന് നിന്റെ ഉദ്ദേശം എനിക്ക് ഏതാണ്ട് ധാരണ കിട്ടി. അപ്പൊ ആ ഇരിക്കുന്ന സുന്ദരി ഒരുപാട് സീരിയലുകളിൽ മുഖം കാണിച്ചിട്ടുള്ള, സീരിയലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ജസീല. ഓക്കെ, ജസീലയാണ് എന്റെ അടുത്ത ആയുധം. അപ്പൊ ജസീലോട് ഞാൻ ചോദിക്കും, സൂരജിനെ പോലെ ഒരു സ്വഭാവ സവിശേഷതകളുള്ള ഒരു കാണാനൊക്കെ ലുക്കുള്ള ഒരു പയ്യൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അംഗീകരിക്കും? ഹൈറ്റ് നോക്കിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഹൈറ്റ് നോക്കി അക്സെപ്റ്റ് ചെയ്യും. ഈ ഇതുപോലത്തെ സ്വഭാവം നോക്കി ഞാൻ മാറ്റിക്കോളാം.
അടുത്തയാളെ ഞാൻ പരിചയപ്പെടുത്തരാം. നല്ല ഭംഗിയായിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന ആ മൊയലിന്റെ പോലത്തെ പല്ലുകളുള്ള ആ കുട്ടീനെ കണ്ടോ? ആ. മറ്റേ മിക്കി മൗസിന്റെ ഒക്കെ പക്ഷെ ആ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയുടെ പേരാണ് കണ്ടപ്പോ അഞ്ജന. അതൊക്കെ എല്ലാവരും ഭയങ്കര ചാമായിട്ടിരിക്കുന്നു. ആ കുട്ടി വിഷമിച്ച് വിഷണ്ണനായി വികാരനായിരിക്കുന്ന പറഞ്ഞ പോലെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം, ആ കുട്ടിയോട് നിന്നോട് മിങ്കിൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുള്ള ക്വസ്റ്റ്യൻ വരുമോ എന്ന് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കണം, ഞങ്ങളെ ടീം ലീഡറിനെ കുറെ നേരം നിങ്ങൾ എല്ലാരും കൂടി ഇട്ടിങ്ങനെ കണ്ടോ? ഇല്ല, ആ ഒരു സങ്കടാണ് എനിക്ക്. ഈ ഒരു സ്നേഹം മതി എനിക്ക്. ആ ഒരു ബന്ധം മതി. അത് ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും. ഇന്നത്തെ കളി തോറ്റാലും കുഴപ്പമില്ല. ശരി, നമ്മൾ ഇനി ഗെയിമിലോട്ട് പോവുകയാണ്. നമ്മൾ കാര്യത്തിലേക്കാണ്. കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സീരിയസ് ആയിട്ടുള്ള ഗെയിമുകളും കാര്യങ്ങളും വരുന്നു. ടീം എയും ടീം ബിയും എല്ലാ തരുണി മണികളും റെഡിയാണ്. ഞങ്ങൾ റെഡിയാണ്. ഓഡിയൻസ് റെഡിയാണോ? ലാലേട്ടനെ സ്നേഹിക്കുന്ന നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗെയിമാണ്. എന്താണ് ഗെയിം നെയിം? സാധാരണ നമ്മുടെ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് രണ്ടുപേരെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ടീം എയിൽ നിന്ന് ഞാൻ വിളിക്കുന്നത് സാദിക. സാധിക എന്നുള്ള പേര് വിളിക്കുമ്പോ അതുമായിട്ടൊരു സാമ്യമുള്ള ഒരു പ്രാസമുള്ള പേര് പൂജിത. ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വരെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ലൊരു പൊസിഷനിലാണ് നിങ്ങൾ നിർത്താൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ പോമോനെ ദിനേശയുടെ റൂൾസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ ഒരു ബോർഡ് കാണാം അല്ലേ? അപ്പോൾ സ്കോർ ബോർഡിൽ 2 ക്യാരക്ടേഴ്സിന്റെ പടം കാണാം. അവിടെ 2 തല മാത്രം വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ 2 തലയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഏതാണ്ടൊരു ചിത്രം കിട്ടിയല്ലോ അല്ലേ? അപ്പൊ ഇനി ബാക്കിയുള്ള ചടങ്ങുകൾ അടുത്ത ആൾക്കാരെ വിളിച്ചിട്ട് പറയാം. ദിനേശയുടെ ബാക്കി റൂൾസ് അറിഞ്ഞാലല്ലേ നമുക്ക് ബാക്കി ആൾക്കാരോട് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവരൊക്കെ ഈഗർലി വെയിറ്റിംഗ് ആണ് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ചെയർ ആണ്, റോളർ കോസ്റ്റർ പോലത്തെ ഒരു ചെയർ ഉണ്ട്. ഈ ചെയറിൽ കൊണ്ട് നിങ്ങളത് ഇരുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ദേ അവിടെ ഇരിക്കുന്ന ഒരു ഇങ്ക് ബോൾ കയ്യിൽ തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചെയറിൽ ഒന്നും ചെയ്യേണ്ട, അവിടെ മര്യാദക്ക് ഇരുന്നിട്ട് ആ എൻഡിൽ എത്തുമ്പോൾ നിങ്ങൾ ആ ഇങ്ക് ബോൾ ത്രോ ചെയ്യുക. അവരുടെ മൂക്ക് നോക്കിയിട്ട് മൂക്കില്. മനസ്സിലായില്ല? അപ്പോ നിങ്ങൾ കാണുന്ന ആ സ്കോർ ബോർഡില് 40, 60, 80 മാർക്സ് കാണാം. നിങ്ങൾ എവിടെയാണോ ആ ബോൾ ത്രോ ചെയ്ത് കൊള്ളിക്കുന്നത് ആ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിനകത്ത് പറയുന്ന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാദിക നിൽപ്പുണ്ട്, പൂജ നിൽപ്പുണ്ട്. ടീം എ ആണ് ടീം ബി കൊള്ളിക്കുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 100 പോയിന്റ്സ്. അതായത് ഓപ്പോസിറ്റ് ടീമിന്റെ മുഖത്തെറിഞ്ഞ് കൊള്ളിച്ചാൽ 100 പോയിന്റ് കിട്ടും. സെയിം ടീമിന്റെ മുഖത്തേക്കാണ് അറിയുന്നെങ്കിൽ 0 പോയിന്റ് ആയിരിക്കും. എപ്പോഴും മത്സരിക്കുമ്പോൾ അറിയാലോ, വിജയിക്കാൻ ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഐശ്വര്യമുള്ള ടീം എ. അതിൽ നിന്ന് കല്യാണിയാണ് വിളിക്കുന്നത്. കല്യാണി, ലക്ഷ്യം പൂജിതയുടെ ആ അളിഞ്ഞ മൂക്ക്. ഓൾ ദ ബെസ്റ്റ് ഡിയർ. ഐശ്വര്യമായിട്ട് ഒരു ബോൾ അങ്ങെടുത്ത്. അപ്പൊ ചടങ്ങിലോട്ട് പോട്ടെ. നീ പോ മോളെ. ദിനേശ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വീട് കഴിഞ്ഞപ്പോഴാണ് ആ എൻജോയ്മെന്റ് മനസ്സിലാക്കി. അപ്പം കൺഗ്രാറ്റ്സ് ടീം എ അങ്ങനെ ഐശ്വര്യമായിട്ട് തുടക്കം കുറിച്ച് 40 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഇനി നിന്റെ ടീം ഇനിയിപ്പോ എത്രയൊക്കെ എടുക്കുകയാണെന്ന് നമുക്ക് കണ്ടറിയാം. 40 പോയിന്റ് നിങ്ങളുടെ ടീം എടുത്തപ്പോൾ 100 പോയിന്റ് നേടാൻ പവറുള്ള ഒരു താരത്തിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ടീം ബിയിൽ നിന്നും ജസീല. എറിയരുതേട്ടാ, നമ്മുടെ സ്വന്തം മുഖത്തേക്ക് എറിയരുത്. നമ്മുടെ ടീമിന്റെ മുഖത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ 0 ആയി പോകും. നേരെ ഓപ്പോസിറ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ 100 പോയിന്റ്. ഓക്കെ, അപ്പോൾ ഒരു ബോൾ ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടെടുത്തോളൂ. പോ മോനെ ദിനേശി.
സന്തോഷവും ആഘോഷവും 80 പോയിന്റ് ഒക്കെ കിട്ടിയതല്ലേ, അവർ ആഘോഷിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കും ചെറിയൊരു ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. സോ ദിസ് ഇസ് ബോയിങ് ബോയിങ് Co-powered by Lasa Ice Cream. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Boing, boing. വെൽക്കം ബാക്ക് ടു ബോയിങ് ബോയിങ് Co-powered by Lasa Ice Cream. എടേ, നീ പറയേണ്ട കോപ്പ അവാർഡ് വരുമോ ഞാൻ പറഞ്ഞു. എന്നിട്ട് നീ ഇവിടെ കിണിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ചില സംഭവങ്ങൾ ആലോചിച്ചിട്ട് ചിരിച്ചു പോയതാ. എനിക്ക് വല്ലാത്തൊരു സന്തോഷം. നീ എന്റെ അടുത്താളെ വിളിക്കും. അൻഷിത വരൂ ചുടക്കട്ടെ. നമുക്ക് വെറും 40 പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. ഈ ടീമിനെ 80 പോയിന്റ് കിട്ടി. അപ്പം ഇനിയുള്ള പ്രതീക്ഷ എനിക്കുള്ളത് എന്നിലാണ്. അൻഷിതയിലാണ്. എങ്ങാനും തോറ്റിട്ട് വന്നിട്ട് കാവിലെ പാട്ട് മത്സരത്തിൽ കാണാന്ന് പറഞ്ഞ ഇനി ഇതുപോലത്തെ മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. ശരി, Ready? നീ പോ മോളെ. ദിനേശ പഞ്ചാബി പങ്കിട നെഞ്ചോരം കൊണ്ടുവാ തഞ്ചത്തിൽ കൊഞ്ചിടാം ഓ അജന ചലേ ന ചലേ ഛോടനാ ജാബി ഡോല ഛോടനാ ജാബി ഡോല. എന്തായിരുന്നു ഈ ചുണക്കുട്ടി അവിടെ കാണിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഞാനേ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കയറുന്ന വെച്ചാൽ തുമ്പിലോട്ടോ. തുമ്പിലിരുന്നാൽ കുറച്ച് പോകുന്നു പറഞ്ഞിട്ട്, പക്ഷെ ഇത് എടുത്താണ് ഞാൻ ബാക്ക് പോയി അടിച്ചിട്ട് പോയത്. വാവ്, വെരി ഗുഡ്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി. കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മുടെ ടീം എക്ക് 80+40 എത്രയാ? 120 ആണ് കിട്ടിയിരിക്കുന്നത്. Okay. അങ്ങനെ ചക്ക വീണു മൊയില് എത്തു ഒരു 80 പോയിന്റ് ഒക്കെ കിട്ടി. ഇനിയിപ്പോ നമ്മുടെ അടുത്ത ആളെ ഞാൻ വിളിക്കട്ടെ. തങ്കമേ വൈരമുള്ളതാ തേടി വന്ദനനേ വൈരമേ ഒരു നാൾ ഒന്ന തൂക്കുവനേ. എടുത്തോ, ഇഷ്ടമുള്ളത്. ഇത് ബാക്കിയുള്ള സാധനം എടുത്തത്. വേണ്ടത് പ്രാർത്ഥിച്ചോ, ആരെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചോ. നമ്മൾ തകർക്കണം. ആ മൂക്ക് എനിക്കുള്ളതാണ്. റെഡി? പോ മോനെ ദിനേശി. പൊളിച്ചോ, തകർത്തു, തിമിർത്തു. ഇതിനപ്പുറത്ത് നമുക്കൊന്നും വേണ്ട. അതെ, Whatever, I have wish. Can I dance with you? വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കൊടുത്തേക്ക്. Music. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം. ഇനി എൻ്റെ മാത്രം, എൻ്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അപ്പോ ആദ്യത്തെ റൗണ്ട് അങ്ങനെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. എന്തോ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ടീം എങ്ങനെയോ ജയിച്ചു. എങ്ങനെയോ അല്ല, നന്നായിട്ട് കഷ്ടപ്പെട്ടു, നന്നായിട്ട് വർക്ക് ചെയ്തു, നല്ല റിസൾട്ട് ഉണ്ടാക്കി. അവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന 2 പേരുണ്ട്, പാവങ്ങൾ. അവർക്ക് ഈ വരൂ മക്കളെ. ആഹ്ലാദത്തിൽ പങ്കെടുക്കാൻ ഇതെല്ലാം കണ്ടു കണ്ട് അവിടെ നിൽക്കുകയാണ്. വരൂ സാദിക ആൻഡ് പൂജിത, പ്ലീസ് കം. സാദിയ, എങ്ങനെ ഉണ്ടായിരുന്നു ആ പൊസിഷനിലുള്ള നിൽക്കുന്നത്? ബോള് വരുമ്പം അവര് ഓരോ പ്രാവശ്യം എറിയുമ്പോഴും എവിടേക്ക് വരും അറിയില്ലല്ലോ. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ നിൽക്കുമായിരുന്നു, എങ്ങോട്ടാണ് മൂക്കിന് പണി കിട്ടുമോ എന്ന്. ഓക്കെ, മൂക്കിന് പേടി ഉണ്ടായിരുന്നോ? അല്ല, എന്റെ വയറിനാ പണി കിട്ടിയേ. വയറിന് കിട്ടി? ഏരിയ ഉണ്ടല്ലോ, മൂക്കുമ്പോ വരാൻ പാടില്ലല്ലോ.
ടക്ക് 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 എന്ന് പറയണ്ട അല്ല അപ്പം എനിക്ക് തോന്നുന്നത് പൂജിത ഈ ബോള് ഫേസിലോട്ട് വരുന്ന സമയത്ത് വയറ് കൊണ്ടാണ് എന്താ പറയാ ചെറുത്ത് ബ്ലോക്ക് ചെയ്തു. ബോയിങ് ഫസ്റ്റ് റൗണ്ട് നീ പോമോനെ ദിനേശ മത്സരം കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 120 പോയിന്റ്സ്. ടീം ബി ചാമ്പ്യന്മാരായിരിക്കുന്ന ടീം ബി നേടിയിരിക്കുന്നത് 160 പോയിന്റ്. എന്തായാലും നമ്മൾ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തമാശകളും ചിരികളും കണ്ടു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ചിരി ഒന്ന് നിർത്താൻ ഒരു സമയമായി. ദിസ് ഇസ് ബോയിങ് Co-powered by Lasa Ice Cream. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ബോയിങ്. Co-powered by Lasa Ice Cream. ഇടവേള കഴിഞ്ഞെങ്കിലും നിങ്ങളുടെ ടീമിൽ ഒരാളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇനി ഞങ്ങളുടെ ടീമിന്റെ വെർഡിക്ട് തന്നെയാണ്. അല്ലല്ല, പൂജിത ഇവിടെ വന്നു എന്ന് അറിഞ്ഞപ്പോ പൂജിതയുടെ ഒരു വലിയൊരു ഫാൻ ഉണ്ടായിരുന്നുണ്ട്. കാരണം ഫാന്റെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ പൂജിതയുടെ ഭാഗത്തു നിന്ന് ഒരു ലവ് ടിപ്പ് കേൾക്കുക. അതായത് പൂജിത ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ട്. മെയിൻ ആയിട്ട് കാണുന്ന ഈ ലവ് ടിപ്സ് കിട്ടും. തുടക്കത്തിലേ ഞാൻ പറഞ്ഞതുപോലെ. അപ്പൊ അയാളുടെ സംസാരം നമുക്ക് കേൾക്കാം. പൂജിത കറക്റ്റ് ആയിട്ട് ആ ലവ് ടിപ്പ് പറഞ്ഞു കൊടുക്കണം. പൂജിത ആളെ വിളിക്കട്ടെ, കണക്ട് ചെയ്യട്ടെ. ശരി. ഹലോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, അപ്പോ നിങ്ങളുടെ ആഗ്രഹപ്രകാരം പൂജിത ഇവിടെ ഉണ്ട്. ഹലോ പൂജ ചേച്ചി. ചേച്ചിന്ന് വിളിക്കലേ മോനെ. പൂജ എന്താ വിളിക്കണ്ടേ? പൂച്ചേന്ന് വിളിച്ചോ? എനിക്ക് ശബ്ദം വരുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി. എനിക്കും കുറച്ച് എക്സൈറ്റഡ് ആയി. പറയൂ. ഞാൻ ചേച്ചിയുടെ ഷോ എപ്പോഴും കാണാറുണ്ട്. ഞാൻ ഭയങ്കര ഫാനാണ്. ഇത് കാണാതെ ഞാൻ ഉറങ്ങാറില്ല. ഇപ്പൊ ഞാൻ നമ്മുടെ PVSന്റെ 9th ഫ്ലോറിലാണുള്ളത്. PVS ഇല്ലേ, PVS അതിന്റെ 9th ഫ്ലോറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 4ാമത്തെ തവണയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ 6th ഫ്ലോറിലായിരുന്നു. ആദ്യമായിട്ട് ഉപദേശം കേട്ട് അവളോട് ഞാൻ പറഞ്ഞു, ഒരൊറ്റ അടിയായിരുന്നു, കറങ്ങി ട്രക്കടക്കൂടെ താഴെ വീണു. അവിടെ നിന്ന് റിക്കവർ ചെയ്ത് എഴുന്നേറ്റ് പിന്നെ ചേച്ചിയുടെ 2ാമത്തെ ഉപദേശം കേട്ട് ഞാൻ പോയപ്പം അവളും അവളുടെ അച്ഛനും കൂടെ പടക്ക കിടക്ക അടിച്ചു തന്നു. അവിടുന്ന് വീണ്ടും വന്ന് എൻ്റെ പൊന്നു ചേച്ചി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും തലക്കോപ്പിളൊക്കെ അടിച്ചിട്ട് 9th ഫ്ലോറിൽ. എൻ്റെ പൊന്നു ചേച്ചി, ഇനി ഇതിൻ്റെ മുകളിൽ ഫ്ലോർ ഇല്ല. ഇനി പറഞ്ഞാൽ മീതെ ആകാശത്തേക്ക് ഞാൻ പറഞ്ഞയക്കും കേട്ടോ. പിന്നെ ഞാനിപ്പോ ജെനുവൻലി പറഞ്ഞോട്ടെ, നമ്മൾ ആരെ സ്നേഹിക്കുന്നു, എന്തിനെ സ്നേഹിക്കുന്നു, ഇന്റൻസ് ആയിട്ട് സ്നേഹിക്കുക. യു ഷുഡ് ബി യുവർ സെൽഫ് 100%. സപ്പോസ് നമ്മൾ രണ്ടുപേരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ? രണ്ടുപേർക്കും 100% കൊടുക്കുക. അപ്പൊ 200% ആയില്ലേ? ഈ ടിപ്പ് പറഞ്ഞ ചേച്ചി എടുത്താൽ വെള്ളത്തിലെല്ലാം ഇട്ട് കൊടുക്കുക. പ്രേമിക്കുമ്പോഴേ പെൺകുട്ടികൾ ആദ്യം നോക്കുന്ന ക്വാളിറ്റി എന്താണ്? ഹൈറ്റ് കൂടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് കാല് തല്ലി ഓടിക്കുക, പക്ഷെ ഹൈറ്റ് കുറയ്ക്കുക. സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ആർഭാടമായിട്ട് അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. അടുത്ത ഗെയിമിന്റെ പേരാണ് തോമസ് കുട്ടി വിട്ടോടാ. അപ്പോ നമ്മുടെ ഓരോ ഗെയിമിനും ഓരോ ആചാരങ്ങളുണ്ട്. തോമസ് കുട്ടി വിട്ടോട എന്ന ഗെയിമിന്റെ ആചാരം നിങ്ങൾക്ക് ഇവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ റോളിംഗ് പൈപ്പ്, ഒരു ട്യൂബ് പോലത്തെ ഒരു ട്യൂബ് കാണാം അല്ലെ. ഒരു ഡോങ് തൂക്കിയിരിക്കുന്ന കാണാം. സൈഡിൽ 2 സൈഡിലായിട്ട് ഹാമറും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരോടുമായിട്ട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും നിങ്ങളോട് റൺ പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓടിപ്പോയി ഡോങ്ങിൽ അടിക്കാവൂ. ആരാണ് ഫസ്റ്റ് ഡോങ്ങിൽ അടിക്കുന്നത് അവർക്ക് തിരിച്ച് ഉത്തരം പറയാനുള്ള ചാൻസ് ആണ്. മനസ്സിലായല്ലോ? ഇവിടെ പല അബദ്ധങ്ങൾ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചാടിക്കേറി ഓടും. കാരണം റൺ പറയാതെ ഓടും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടുന്നതാണ്. ടീം എയിൽ നിന്ന് ഞാൻ ആദ്യം വിടാൻ പോകുന്നത് സാധിക പോകുമ്പോൾ സാധികയുടെ പ്രാസമുള്ള പൂജിത. രണ്ടുപേർക്കും സാധിക റൈറ്റ് സൈഡ് പോവാം, പൂജിത ലെഫ്റ്റ് സൈഡ് പോവാം. നിങ്ങളോട് ഫസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഓടരുത്. റൺ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഓടാവൂ. ആദ്യത്തെ ചോദ്യം, തേന്മാവിൻ കൊമ്പത്ത് സിനിമയിൽ ലാലേട്ടൻ എങ്ങോട്ടുള്ള വഴിയാണ് ചോദിക്കുന്നത്? റൺ. മൈക്കിന്റെ അടുത്ത് വന്നിട്ട് ആ ഉത്തരം ഉറക്കെ പറഞ്ഞു കൊടുക്കൂ. എന്ത് ഹള്ളിക്കുള്ള വഴിയാണ്? എന്ത് ഹള്ളിക്കുള്ള വഴിയാണ്? പറയൂ. പറയൂ. എന്ത് ഹള്ളിക്കുള്ള വഴിയാണ്?
ദേ, കമാൺ. എടാ, ചില കമനഹള്ളി. ആൾക്കാരുടെ Okay. പേരിന്റെ മുമ്പിൽ ചേർക്കും. അപ്പൊ ശരി, കമനഹള്ളി. മിസ്റ്റർ അലി മിസ്റ്റർ അള്ളിയാ? ശ്ശെ, Okay. അതിന്റെ വേറെ വേഷം. ഓക്കെ, അപ്പൊ പൂജിത 2 ഉത്തരം പറഞ്ഞു. കമനഹള്ളി പിന്നെ ഏതാ? മിസ്റ്റർ ഹള്ളി. മിസ്റ്റർ ഹള്ളി. ഈ കമനഹള്ളി ബാംഗ്ലൂർ ആണ്. അപ്പൊ നമുക്ക് ഏതിൽ ഉറപ്പിക്കാം? കമനഹള്ളിയിലോ മിസ്റ്റർ ഹള്ളിയിലോ? മിസ്റ്റർ ഹള്ളിയുടെ വേറെ വേഷം. മിസ്സസ് ഹള്ളി മിസ്സിസ് ഹള്ളി. അപ്പൊ the second chance goes to സാദിക. മലയാളത്തിൽ പറ. എന്തൊരു കഷ്ടാണ് എന്റെ പൂജിത. മുരുക, ഉത്തരം ശരിയാണോ? പൂജിത, അപ്പൊ ഈ തേന്മാവിൻ കൊമ്പത്ത് എത്ര പ്രാവശ്യം കണ്ടോ സിനിമ? പക്ഷേ അപ്പൊ ഈ പ്രേമിക്കുന്ന പടത്തിലെ ഡയലോഗുകൾ മാത്രമേ ഓർമ്മയിലേക്കുള്ളൂ. പാവം കുട്ടി നിഷ്കളങ്കമായിട്ട് ആൻസർ പറഞ്ഞു, അതുകൊണ്ടാണ് പറ്റുന്നത്. അപ്പോ 50 പോയിന്റ് ടീം എക്ക് കിട്ടിയിരിക്കുന്നു. ഈ ചൂട് ആറുന്നതിന് മുന്നേ ടീം എയിൽ നിന്ന് അടുത്ത് ക്ഷണിക്കുന്നത് അൻഷിത. അൻഷിത പോകുമ്പോൾ അഞ്ജന. അഞ്ജന, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ള വിഷയം എന്താണ്? ഓടരുത്. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ള വിഷയം ഏത്? അപ്പോ റൺ. ആൻസർ പറയാനുള്ള ടൈമായി. അഞ്ജന, അഞ്ജന, ഹൃദയം തുറന്നു പറഞ്ഞോളൂ. ഈ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന അറിയില്ല. മാത്സ്. മുരുക, അത് കറക്റ്റ് അല്ലേ? അപ്പോ അടുത്ത് ചൂടാറാകും മുമ്പേ ടീം എയിൽ നിന്ന് കല്യാണിക്കുട്ടി. കല്യാണിക്കുട്ടി അവിടുന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് വരുന്നു ജസ്റ്റിലക്കുട്ടി. ഒരു പേരാണ് മൈക്കിൾ എലിയാസ്, ജാക്സൺ എലിയാസ്, വിക്രം എലിയാസ്. ഇത് ആരുടെ ബയോളജിക്കൽ നെയിമാണ്? Your time starts now. Run. അപ്പോ ഉത്തരം പറഞ്ഞു കൊടുത്തേ. എനിക്കറിയില്ല. എന്റെ ദൈവമേ, എന്നെ കൂടെ കൊല്ല്. സലിംകുമാർ, ക്യാരക്ടറിന്റെ പേര് മൈക്കിൾ എലിയാസ്, ജാക്സൺ ജാക്സൺ എലിയാസ്, വിക്രം എലിയാസ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഒന്നുമില്ല, വരുന്നില്ല, കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ടൈ ആക്കാം. എന്നാലും എന്റെ ചെങ്ങായി ഇങ്ങനെയൊക്കെ. ശരിക്കുമുള്ള ഉത്തരം വിക്രം, ഡാൻസ് മാസ്റ്റർ വിക്രമാണ്. ഡാൻസ് മാസ്റ്റർ ചതിക്കാത്ത ചന്തു സിനിമയില്ലേ ഈ സംഭവം? അതുകൊണ്ട് ചെറിയൊരു പണിഷ്മെന്റ് ആണ് ആ വെള്ളത്തിൽ നിന്ന് നല്ലൊരു അടിപൊളി ഡാൻസ് ചെയ്യുക. മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യത്തിനായി ടീം എയിൽ നിന്ന് അഗൈൻ സാദിക. Again, പൂജിത. ഒരു ബാസ്ക്കറ്റിൽ 9 ആപ്പിൾ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ 4 ആപ്പിൾ കയ്യിലെടുത്തു. ബാക്കി എത്ര ആപ്പിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും? ഞാൻ റൺ പറഞ്ഞിട്ടില്ല, പണിഷ്മെന്റ് കിട്ടും. കയറി വരൂ കുട്ടി, കയറി വരൂ. ഓടാൻ പറയുന്നതിന് മുമ്പ് പറയുന്നതിന് ബാക്കറ കയറി വരൂ. പറയുന്നതിന് മുമ്പ് ഓടിയൊന്നും പോരാ. എന്നിട്ടാണ് ഒരിക്കൽ കൂടെ ഞാൻ ചോദ്യം ചോദിക്കുന്നതാണ്. ഒരു ബാസ്ക്കറ്റിൽ 9 ആപ്പിൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ 4 ആപ്പിൾ കയ്യിലെടുത്തു. ബാക്കി എത്ര ആപ്പിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റൺ. ഏയ്, റൺ പറയാതെ അഗൈൻ ഓടി. റൺ പറയാതെ അഗൈൻ ഓടി. സ്റ്റാർട്ട്സ് നൗ ആയിട്ട് ഓടി. റൺ പറയും. കേറി വരൂ, കേറി വരൂ. അശോകന് ക്ഷീണമാകാം. ഓക്കെ, റൺ.
മ്യൂസിക് പ്ലീസ്. പൗർണമി സൂപ്പർ അല്ലേടാ, കാണാൻ കൊഞ്ചം ബ്യൂട്ടി അല്ലേടാ, ഫ്രീ കായാൽ ഹാപ്പി അല്ലേടാ, എന്നെ കൂടെ കൂട്ടാൻ ഓക്കെ അല്ലേടാ, നല്ല കാലമെന്ന പോലെ സ്വപ്നജാലകം തുറന്നു പൊട്ടി വീണ സ്വർഗമാണവൾ, തൊട്ടടുത്തിരുന്നു നിന്റെ ജാതകം മറിച്ചു നോക്കി മാറ്റുരച്ച തങ്കമാണവൾ. അഞ്ചാമത്തെ ചോദ്യത്തിനായി ടീം എയിൽ നിന്ന് പോകുന്നത് അൻഷിത ആൻഡ് അഞ്ജന. സംഭവം വളരെ സിമ്പിൾ ചോദ്യമാണ്. ലാലേട്ടൻ ഫാൻസ് ഒക്കെ ഉത്തരം കൃത്യമായിട്ട് ഇപ്പൊ പറയും. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. ഈ ഡയലോഗ് ഏത് മൂവിയിലേതാണ്? നമ്മുടെ റൂൾസിൽ ആദ്യമേ പറയുന്നുണ്ട് ഒരിക്കലും ഹാമർ ഡോങ്ങിൽ നോക്കി എറിയരുത്. സപ്പോസ് ആ ഡോങ്ങിൽ കൊള്ളാതെ ആ കുട്ടിയുടെ പല്ലില കൊണ്ടിട്ടുണ്ടെങ്കിലോ? അന്നാലോചിച്ചോക്കെ. അപ്പോ പണിഷ്മെന്റ് വാങ്ങാൻ സമയമായി. മ്യൂസിക് പ്ലീസ്. ടീം എയും ടീം ബിയും ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടുപേരും കൂടെ ചേർന്ന് 4 ക്വസ്റ്റ്യൻസിന് ഇവിടെ ചീറ്റി കളഞ്ഞു. 4 ക്വസ്റ്റ്യൻസ് വെള്ളത്തിൽ കളഞ്ഞു. ആകെ ഒരു ക്വസ്റ്റ്യന് മാത്രമേ ആൻസർ പറയാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവസാനമായിട്ട് 6ാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതും കൂടെ വെള്ളത്തിൽ കളയരുത് ദയവായിട്ട്, കാരണം പിന്നെ നിങ്ങൾക്ക് ഈ ചാൻസ് ഉണ്ടാകത്തില്ല. അപ്പോ ടീം എയിൽ നിന്ന് പോകുന്നത് കല്യാണിക്കുട്ടിയാണ് ആൻഡ് ജസില. ഈ റൗണ്ടില് ഒരു പാട്ട് ഇപ്പൊ കേൾപ്പിക്കും. ആ പാട്ട് ഏത് സിനിമയിൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി. സോങ് പ്ലീസ്. അറിയോ? ടിക് ടിക് 5, ടിക് ടിക് 4, ടിക് ടിക് 3. അറിയില്ല. നെക്സ്റ്റ് ചാൻസ്. മുരുക, ഉത്തരം ശരിയാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ടീം കേരള സംസ്ഥാന ലോട്ടറി ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ പക്ഷെ ഒരു സാധിക്കും. സന്തോഷം പറഞ്ഞാൽ ഇവരെ ടീമിലാണ് എല്ലാവരും ഡോങ് പോയി അടിക്കുന്നത്. പക്ഷെ ഉത്തരം പറയാനുള്ള ചാൻസ് അവസരം കിട്ടുന്നത് ഞങ്ങളുടെ ടീമിനാണ്. താങ്ക്സ് ടു ടീം ബി. അത് അടിച്ചാലേ ഉത്തരം പറയാൻ പാടുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് റൂളിൽ പറഞ്ഞു. അറിയാത്ത പിള്ളേ ചൊറിയുമ്പോൾ അറിയുന്നത്. ഇത് ഡോണ്ട് വറി, ഉത്തരം മാത്രമേ പറയുള്ളൂ, മാർക്കില്ല. ഇത്തവണ ടീം ബിക്കും ടീം എക്കും ബാഡ് ലക്ക് ആണ്. കാരണം സാധാരണ ഉത്തരം പറയാനുള്ള ചാൻസ്, സെക്കൻഡ് ചാൻസ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോങ്ങിൽ നമ്മൾ അടിച്ചിരിക്കണം. പക്ഷെ ഡോങ്ങിൽ അടിച്ചില്ലെങ്കിൽ ഉത്തരം പറയാനുള്ള ചാൻസ് കിട്ടും, പക്ഷെ അതിനൊരിക്കലും മാർക്ക് കിട്ടത്തില്ല. അപ്പൊ എന്തായാലും തോമസ് കുട്ടി വിട്ടോടാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആകപ്പാടെ 50 പോയിന്റ് ഇവിടെ, 50 പോയിന്റ് 50 പോയിന്റ് ടീം ബിക്കും കിട്ടി, 50 പോയിന്റ് ടീം എക്കും കിട്ടി. അപ്പോഴും ലീഡ് ചെയ്യുന്നത് ആരാണ്? മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ആ മത്സരങ്ങളുടെ അടുത്ത തുടക്കത്തിന് മുന്നേ ചെറിയൊരു ബ്രേക്ക്. ദിസ് ഈസ് ബോയിങ് ബോയ്, co-powered by Laza Ice Cream. Have a short break.
വെൽക്കം ബാക്ക് ടു ബോയിങ് ബോയിങ് കോപ്പവേർഡ് ബൈ ലാസ ഐസ്ക്രീം. അപ്പോ നമ്മുടെ അവസാനത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. ഈ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് റൗണ്ട് ആണ്. പക്ഷേ അതിനു മുന്നേ നമുക്കിവിടെ പരിചയപ്പെടേണ്ട 2 വ്യക്തികളുണ്ട്. ജില്ലു, വില്ലു. ജില്ലു, വില്ലു, ഓൾ സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പേരാണ് എന്താണ് ഗെയിമിന്റെ റൂൾസ് എന്ന് പറയുന്നത്? അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഫ്ലാഗ്സ് കാണാം. ബ്ലൂ വെച്ചിട്ടും അതുപോലെ റെഡ് വെച്ചിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മളെ ടീമിൽ നിന്ന് ടീം എക്കും ടീം ബിക്കും ഒരുപോലെ പങ്കെടുക്കാം. പക്ഷേ പങ്കെടുക്കുന്നവർ അവിടെ ചെന്ന് പ്ലേസ് ചെയ്യേണ്ട രീതിയുണ്ട്. നിങ്ങൾ കാണുന്ന ബ്ലൂ ഫ്ലാഗിന്റെ ഓപ്പോസിറ്റ് മാത്രമേ നിൽക്കാവൂ, അതുപോലെ റെഡ് ഫ്ലാഗിന്റെ ഓപ്പോസിറ്റ്. ഇനി ആരാണ് ആദ്യം മുന്നിൽ കയറുന്നത്? ടീം എ ആണോ ടീം ബി ആണോ? ആദ്യം അവിടെ കയറിയതിനു ശേഷം ആ ഫ്ലാഗ് എടുക്കുക. റെഡ് ആണെങ്കിൽ റെഡ്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ. ഒരു ഫ്ലാഗിന് നിങ്ങൾക്ക് കിട്ടുന്നത് 200 പോയിന്റ്സ് ആണ്. പക്ഷേ അതെടുത്തിട്ട് തിരിച്ചു വരരുത്, അവിടെ തന്നെ നിൽക്കുക. 500 സെക്കൻഡ് ആണ് നമ്മുടെ ടൈം. 500 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര പേര് അതിന്റെ മുകളിലുണ്ടോ അതായിരിക്കും നമ്മുടെ പോയിന്റ്. ഇനി സൈഡ് വാൾ ഉണ്ടല്ലോ, ഒരിക്കലും സൈഡ് വാളിൽ പിടിച്ച് കയറാനും പാടില്ല. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ടീം എ ആണെങ്കിലും ടീം ബി ആണെങ്കിലും ടീമിനെ പരസ്പരം ഹെൽപ്പ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഗയ്സ്. ചുരം കേറാൻ എല്ലാരും റെഡിയാണോ? റെഡി? 1 2 3 സ്റ്റാർട്ട് നൗ. പോട്ടെ മെല്ലെ നൈസായിട്ട് പോട്ടെ. സൂപ്പർ സൂപ്പർ. അവരങ്ങനെ എന്തെല്ലാം ഗിഫ്റ്റ് തരും, മൈൻഡ് ചെയ്യണ്ട. താമരശ്ശേരി ചുരം ഇറങ്ങാൻ പോവാണ്. താമരശ്ശേരി
ദിസ് ഈസ് ബോയിങ് ബോയിങ് കോപ്പവാർഡ് ബൈ ലാസ ഐസ്ക്രീമിൽ നമ്മുടെ എല്ലാ റൗണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ടീം എയുടെയും ബിയുടെയും എക്സ്പീരിയൻസ്, അവരുടെ അനുഭവം നമുക്ക് അറിയണ്ടേ. ടീം എ എങ്ങനെയുണ്ട് എല്ലാ റൗണ്ടുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്? സാധിക, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും വാട്ടർ ഗെയിംസ് ആണല്ലോ, എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇങ്ങനെയൊക്കെയാണെന്ന്? ഞാൻ പൊതുവെ വാട്ടർ ഗെയിംസിൽ പുറകിലോട്ടാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലിഗ്മെന്റ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് കാരണം എപ്പോഴും ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി ചെയ്യണം, അത്ര സ്ട്രെയിൻ എടുക്കാറില്ല. പക്ഷെ ഞാൻ മാക്സിമം സ്ട്രെയിനേക്കാളും ഇവിടെ എൻജോയ്മെന്റ് ആയിരുന്നു. അതായിരുന്നു മെയിൻ. ലാസ്റ്റ് ഗെയിം പോലും എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇവർ രണ്ടുപേരും എങ്ങനെയും മുകളിൽ എത്തിക്കാൻ അടിപൊളിയായിരുന്നു. ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. എനിക്ക് തോന്നുന്നു എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം എന്റെ ദൈവം എന്തായിരുന്നു ഇവിടെ കാണിച്ചു ഒരു ശരിക്കും മത്സരം അവസാനിപ്പിക്കാൻ തോന്നില്ല. ഇല്ല, ഇനി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുകയാണ്. എല്ലാരും ഒരു 10-12 വയസ്സൊക്കെ പുറകോട്ട് പോയി. കല്യാണിയുടെ അനുഭവം പറയും. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഒരു ഗെയിം ഇതേപോലെ ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വന്നപ്പോഴേ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പോവാൻ തോന്നുന്നില്ല. അപ്പൊ ടീം ബി പൂജിതക്കും തോന്നുന്നുണ്ടോ അതിനുശേഷം ഇറങ്ങിക്കൊണ്ടിരിക്കാൻ? ഉണ്ടോ? ബാക്കിയുണ്ട്. എന്താന്നറിയോ, ഞാൻ വിചാരിച്ചു നല്ല ബാലൻസ് ഉള്ള ആളാണ് കേട്ടോ. പക്ഷേ എങ്ങനെ പൂജിത ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി ബാലൻസ് തെറ്റിയ ആളാണ്. ബാലൻസേ ഇല്ലാത്ത ആളാണ്, ഒരു നിലയില്ലാത്ത ആളാണെന്ന് മനസ്സിലായി. ഫിസിക്കലി ആൻഡ് മെന്റലി, റൈറ്റ്? Yes, that's why I can gel with y'all, you know. Okay. As well as is not possible. Yeah. പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇതിനെ പറ്റിച്ച് ഒരു കാര്യം അത് മോശമായി. ഈ ഷോയിൽ വന്നിട്ട് ഇതെന്ന് പറയാൻ പറ്റില്ല, ആ പേര് പറയുക. ഏതാണ്? തോമസ് കുട്ടി വിട്ടോടാ. അപ്പൊ താമരശ്ശേരി ചുരം അതും ഇഷ്ടപ്പെട്ടു. ദിനേശ അതിലെനിക്ക് പോണം. അതായത് അതിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ പൂജിതയുടെ ആഗ്രഹം അതിലേക്ക് എനിക്ക് പോണോന്നാണ്. അതെ. എന്നാ നമുക്ക് അടുത്ത ചോദിക്കുന്നതിന് മുമ്പ് ആ ആഗ്രഹം ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോണ്. പോ മോനെ ദിനേശി. തൃപ്തിയായോ? സമാധാനായോ? ഇന്നിന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇനി ഒരു കളി കളിക്കാൻ തോന്നില്ല. സൂരജ്, പൂജിത എല്ലാരും ശ്രദ്ധിക്കുക. ഈ പൂജിത പോയപ്പോ പടച്ചോനെ ഞാൻ വരുന്നു, എന്നെ ഒന്ന് കാത്തോണേ. ജസില, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എനിക്ക് തോമസ് കുട്ടി വിട്ടോടാ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് താമരശ്ശേരി ചുരം. അടുത്ത ആളുടെ അനുഭവം ചോദിക്കാം നമുക്ക്. എനിക്ക് ആകെ സങ്കടമില്ല. എനിക്ക് താമരശ്ശേരി ചുരം കേറണമെന്ന് ഭയങ്കര ആഗ്രഹം. വെരി ഗുഡ്. ഞാൻ കൊറേ ട്രൈ ചെയ്തു, കൊറേ മുഖയിടിച്ച് വീണു, അല്ലാണ്ട് അത് നടന്നില്ല. അതിലെനിക്ക് ചതഞ്ഞിട്ടുണ്ട്, മൂക്ക് കുറച്ച് ചതഞ്ഞിട്ടുണ്ട്. കണ്ടോ, എനിക്ക് അത് മാത്രം ഭയങ്കര സങ്കടമല്ലോ. പക്ഷെ ബാക്കിയുള്ള ഇത് പോമോനെ, ദിനേശ്, പിന്നെ എന്താ തോമസ് കുട്ടി ഇട്ടോളാം, അതൊക്കെ എൻജോയ്. പക്ഷെ കുറച്ചുകൂടെ എന്താ ഒരു 4-5 ക്വസ്റ്റ്യനൂടെ ആക്കായിരുന്നു. ഞങ്ങൾ റെഡി ആയിരുന്നു ഓടാനും ഇടിക്കാനും. അത് ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നില്ല. പക്ഷെ എനിവേ വി എൻജോയ്ഡ് എ ലോട്ട്. സൂപ്പർ. ഓക്കെ, അപ്പം എല്ലാവരുടെ അനുഭവങ്ങൾ നമ്മൾ അറിഞ്ഞു. പക്ഷെ ഇതിലൊന്നും അവസാനിക്കുന്നില്ല. കാരണം ഒരു മത്സരമാകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ വിജയം ആർക്കാണെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് നമുക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ സ്കോറിലേക്ക് നമുക്ക് കടക്കാം. ടീം എ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ടിൽ 120 പോയിന്റ്സ്. ടീം ബിക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് 160 ആണ്. അതായത് പോമോനെ ദിനേശയിൽ. അടുത്ത് നമ്മുടെ സെക്കൻഡ് റൗണ്ട് തോമസ് കുട്ടി വിട്ടോടയിൽ കിട്ടിയിരിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. അതിൽ ഞങ്ങൾ ട്രൈ ആണ്. നമ്മുടെ താമരശ്ശേരി ചുരം അതിന് ടീം ബി കിട്ടിയിരിക്കുന്നത് തേർഡ് റൗണ്ടിൽ 200 പോയിന്റ്സ്. ടീം എ ആണ് 570 പോയിന്റ്സോട് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ വിജയിച്ചിരിക്കുന്നത്. Give a big round of applause. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് വരുന്നത് പൂജിതയാണ്. പൂജിതയ്ക്ക് ഒരു കിടിലൻ സമ്മാനം വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമറായി മാറി പൂജിതയ്ക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. മത്സരത്തിനും ആഘോഷത്തിനും പൂരത്തിനും വിരാമമിടാൻ സമയമായി. ഇനി തിങ്കളാഴ്ച മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലുള്ള കിടുക്കാച്ചി പെർഫോമൻസും അതുപോലെ മിടുമിടുക്കി ടീമുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരയ്ക്കും ദിസ് ഇസ് ബോയിങ് powered by Lasa Ice Cream. Signing off, Deepan and Suraj.